ഇങ്ങനെ ചോദിക്കുമ്പോൾ വിശദമായി പറയേണ്ടതുണ്ടല്ലോ. UDF-ന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ നിയമങ്ങൾ ഓരോ മുന്നണിയുടെ നയം എന്നുള്ള നിലയ്ക്ക് LDF മാറ്റം വരുത്തി. LDF മാറ്റം വരുത്തിയപ്പോൾ ഞങ്ങൾ അടച്ചുപൂട്ടിച്ച ബാർ നിങ്ങൾ തുറക്കുന്നു, ഞങ്ങൾ അടച്ചുപൂട്ടണം കൊല്ലം തോറും വിദേശ മദ്യഷാപ്പ് എന്ന് പറഞ്ഞ നിയമത്തെ നിങ്ങൾ ലംഘിക്കുന്നു, ഞങ്ങളിവിടെ പാൻ മസാല നിരോധനം വിജയകരമായി നടപ്പിലാക്കി, നിങ്ങളുടെ കാലത്ത് അത് വ്യാപിക്കുന്നു, ഞങ്ങൾ അബ്കാരി കുറ്റങ്ങൾ കർശനമാക്കി, നിങ്ങളത് ഇളവ് വരുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ ഒരു മുന്നേറ്റം നടത്തിയില്ല? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമായി പുനരാലോചിക്കേണ്ട വിഷയങ്ങളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ 29 ബാറുള്ള കേരളത്തിൽ 30, 31, 50, 100, 500, 1000 ആയിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു മുന്നേറ്റം നിയമസഭയിൽ മാത്രമല്ല പുറത്തും വരുന്നില്ല? മാർക്സിസ്റ്റ് പാർട്ടി പറയാറുണ്ടല്ലോ, ഓരോ കാര്യത്തിലും ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ 2 വാക്ക് പറയുന്നില്ല? എല്ലാ കുറ്റവും നമ്മൾ CPM-നെ പറയുന്നത്, CPM-ന് അറിയാം അവർ എന്ത് നയം നടപ്പിലാക്കിയാലും പ്രതിഷേധിക്കാൻ, പ്രതിരോധിക്കാൻ ആളുകളില്ല. ഒന്ന്, പിന്നെ ഇദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ കള്ളിഷാപ്പില്ല, എന്നിട്ട് ആളുകൾ കുടിക്കുന്നില്ലേ? അപ്പൊ കള്ളിഷാപ്പ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുടിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ 29 ബാർ 932 ആക്കിയത്? അല്ലെങ്കിൽ ആളുകൾ കുടിക്കില്ലായിരുന്നോ? എന്തിനാ ഒരു ബാറുള്ള മലപ്പുറത്ത് 26 പുതുതായി അനുവദിച്ചത്? അത് ഒന്ന് പോയി കുടിക്കില്ലായിരുന്നു ആളുകൾ. അപ്പൊ ആ ന്യായത്തിന് പ്രസക്തിയില്ല. കാരണം തിന്മ ഏറ്റവും അധികം സൗലഭ്യ ലഭ്യത അനുസരിച്ചാണ് തിന്മ വളരുക. അത് ലഹരിയാകട്ടെ, ലൈംഗികതയാകട്ടെ, അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളൊക്കെ വളരുക അതിൽ ഏറ്റവും അടുത്ത് അനുവദിച്ച് കിട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് അവൈലബിലിറ്റി ഈസ് ദ മെയിൻ കോസ് ഓഫ് കൺസംപ്ഷൻ. ഇനിയും ബാബുവിന് സന്തോഷകരമാണെങ്കിൽ നമുക്ക് ഈ ചർച്ച തുടരാം. കാരണം 2000 ഇവർ മദ്യനിരോധനത്തിനെതിരാണെന്ന് പറയുന്നല്ലേ? അല്ല, ഇവർ മദ്യനിരോധനം തന്നെയാണ് 2016 21 പ്രകടന പത്രികയിൽ പറഞ്ഞത്. കേൾക്കണോ നിങ്ങൾക്ക്? 2016 പ്രകടന പത്രികയിൽ 552 ഖണ്ഡികയിൽ ഇവർ പറഞ്ഞു 552 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചു കൊണ്ടുവരുന്ന നയമായിരിക്കും സ്വീകരിക്കുക. അതാണ് അടിസ്ഥാനപരമായി ഘട്ടം ഘട്ടമായ മദ്യനിരോധനം. ഇത് 2005 ഫെബ്രുവരി 5-ാം തീയതി സെക്രട്ടറി ടു ഗവർണർ വിജയൻ ഉണ്ണി കരുണാകരൻ ഭരിക്കുമ്പോൾ UDF-ന്റെ നയം ഘട്ടം ഘട്ടം ടോട്ടൽ ഇറാഡിക്കേഷൻ ഓഫ് ലിക്കർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എന്നിട്ട് ഇവരെന്ത് പറഞ്ഞു?